എന്താ നമ്മുടെ ശരാശരി മലയാളിയുടെ സ്വപ്നം? ഞാൻ ശരാശരി മലയാളിയുടെ സ്വപ്നം പറയാം. എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി പാസ്സാവുക, അതിൻ്റെ അപ്പുറം തന്നെ PUC കോച്ചിങ്ങിന് ചേരുക, PUC കോച്ചിങ്ങിന് കയറി ഒരു 5-10 ലിസ്റ്റിനകത്ത് വന്ന് എങ്ങനെയെങ്കിലും ജോലി മേടിച്ച് പിന്നെ മംഗലം കഴിച്ച് പിന്നെ ഒരു ചെറിയ പുരയൊക്കെ എടുത്തും കൊപ്പിച്ചു. അതിൻ്റെ അപ്പുറത്ത് ഡ്രീമൊന്നുമില്ല, ചെറിയ സ്വപ്നമാണ്. വളരെ ചുരുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്നുള്ളൂ. യുവസഹകരണ സംഘത്തിന് വലിയ രീതിയിൽ സ്പേസ് ഉണ്ട്. ആശയത്തിലെയും ആവിഷ്കാരത്തിലെയും പുതുമയാണ് കൊല്ലം പുനലൂരിൽ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സഹകരണ സംഘത്തെ വ്യത്യസ്തമാക്കുന്നത്. ഓഫീസ് ക്രമീകരണത്തിൽ നടപ്പാക്കിയ വ്യത്യസ്തത തുടക്കത്തിൽ തന്നെ യുവ സഹകാരികളെ ശ്രദ്ധേയരാക്കി. ലോറിയിലിരിക്കുന്ന പ്രസിഡന്റ്, ജീപ്പിലിരിക്കുന്ന സെക്രട്ടറി, സ്കൂട്ടറിലിരുന്നാണ് ഡിസൈനർ പണിയെടുക്കുന്നത്. ഓഫീസിന്റെ ഒത്ത നടുവിലെ സൈക്കിൾ വീലിൽ നോക്കിയാൽ കാണാം ഈ സഹകരണ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയെന്ന്. ഓഫീസ് ക്രമീകരണത്തിലെ പുതുമ തന്നെയാണ് കൊല്ലം പുനലൂരിലെ MLA റോഡിൽ പ്രവർത്തനം തുടങ്ങിയ കലാകാരന്മാരുടെ സഹകരണ സംഘത്തിന്റെ പ്രത്യേകത. ഡോക്യുമെന്റിങ്, ഡോക്യുവിഷൻ, അതേപോലെ തന്നെ കല്യാണങ്ങൾ, അതൊക്കെ ക്രിയേറ്റീവായി ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം. പിന്നെ മാത്രമല്ല, എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, 50ഓളം അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ചെറുപ്പക്കാരായിട്ടുള്ള 50ഓളം അംഗങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് 35 പേരാണ് നിലവിൽ ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്നത്. അതൊരു റൊട്ടേഷൻ ബേസാണ്. 1 തുടങ്ങി 35 അവസാനിക്കും. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി കലാകാരന്മാർ ചേർന്ന് രൂപീകരിച്ച സഹകരണ സംഘമാണ് പുനലൂരിലെ ഐക്കോപ്പ് സൊസൈറ്റി. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് പ്രവർത്തന മേഖല. 50-ലേറെ കലാകാരന്മാർ ചേർന്ന് രൂപീകരിച്ച സഹകരണ സംഘത്തിന് തുടക്കത്തിൽ തന്നെ സഹകരണ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അഭിനന്ദനവും കിട്ടി. ഏഷ്യാനെറ്റ് ന്യൂസ്.